ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോൺട്രവേഴ്സീസ് നടക്കുന്ന ഒരു മൂവീനെ പറ്റി പറയാനാണ്. 2022 രജിസ്റ്റർ ചെയ്ത ഒരു മൂവിയാണ് വഴക്ക് എന്ന മൂവി. ഇത് കുറേ ഫിലിം ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് തന്നെ 3 കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, വിഷ്വൽ എഫക്ട്സ്, പിന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന കാറ്റഗറിയിലൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു മൂവിയാണ് വഴക്ക്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സനൽകുമാർ ശശിധരൻ. ഇതിൽ മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ടോവിനോ, സുദേവ്, അസീസ്, കനിശ്രുതി, അങ്ങനെ നല്ല നല്ല ആക്ടേഴ്സ് ഉള്ള ഒരു മൂവിയാണ്. അതിലധികം ലെങ്ത് അല്ല ഈ മൂവിക്ക്, 1 മണിക്കൂർ 30 മിനിറ്റുള്ള ഈ മൂവി. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വഴക്കെന്നാണ്. വഴക്ക് ബേസ് ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നത്. ഞാൻ കൂടുതൽ ഡെപ്തിലേക്ക് പോകണില്ല. പക്ഷേ ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായതെന്ന് പറഞ്ഞാൽ ആ മൂവിയിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ്സോളം ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ നല്ലൊരു ആശയം അതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ 15 മിനിറ്റ്സിൽ. പക്ഷെ കുറച്ച് ഒരു ആർട്ട് ഫോമിൽ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ബോറടിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ പിന്നീടാണ് നമുക്കത് മനസ്സിലാവുക അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്ന്. പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കാര്യങ്ങൾ, വിഷ്വൽ എഫക്ട്സ് അതിന് കുറച്ച് കത്തുന്ന സീൻസും കുറച്ച് നല്ല പ്രാക്ടിക്കൽ എഫക്ട്സ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ തോന്നി. പിന്നെ എനിക്ക് കിട്ടിയ സിനിമാറ്റോഗ്രാഫിക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് കുറേ ലെങ്തി ഷോട്ട്സ് ഉണ്ട്, സിംഗിൾ ഷോട്ട് രീതിയിൽ കുറേ ഷോട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 360 ആംഗിൾ തന്നെ ക്യാമറ തിരിയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ചില ഇടങ്ങളിൽ അത് ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ആംഗിളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ചൈൽഡ് ആർട്ടിസ്റ്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആ കുട്ടിക്ക് ഉള്ള പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ് ആ കുട്ടിക്ക് ഈ മൂവിയിൽ. ഈ മൂവി ഒരു ഐഡിയ, അതായത് ഒരു കൺസെപ്റ്റ് പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ചൊക്കെ നല്ല രസമായിട്ട് തന്നെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബോറടി ഒക്കെ തോന്നാൻ തുടങ്ങി. സുദേവിൻ്റെ റോള് അടിപൊളിയൊക്കെ ഉണ്ട്. കനിശ്രുതിയും അസീസ് അടിപൊളിയായിട്ടാണ് ചെയ്തത്. ആൾ പൊതുവെ നമ്മൾ കോമഡി ക്യാരക്ടറായിട്ടാണ് ആൾ നമ്മൾ കണ്ടേക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിലൊക്കെ ആൾ നല്ല സീരിയസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലും നല്ല രസമായിട്ട് തന്നെയാണ് സീരിയസ് ആയിരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വോയിസ് ഓവർ ഉണ്ട്. ഒരു കോള് തുടക്കം തന്നെ ടോവിനോയുടെ വൈഫായിട്ട് സംസാരിക്കുന്നത്. ആ വോയിസ് ഓവർ നല്ല രസമായിട്ട് തന്നെയാണ്. മോഡുലേഷൻസും അതൊക്കെ പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മൂവി കാണാൻ പോണേക്കാൾ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കുക അതൊരു ആർട്ട് ഫോമിലാണ് എടുത്തേക്കുന്നത് ഈ മൂവി. അപ്പോൾ ആർട്ട് ഫോമിൻ്റെ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ മൂവി ആസ്വദിക്കണം. അല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ മൂവി, അടിച്ചുപൊളി മൂവിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മേ ബി ആ 2 ഫാക്ടർ മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ കോൺട്രവേഴ്സി തന്നെ നടക്കുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ ലെവലിൽ ഇറക്കാൻ പറ്റാവുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. OTTക്ക് ബെസ്റ്റാണ് ഈ മൂവി. നല്ലൊരു ആർട്ട് ഫോമായിട്ട് രീതിയിൽ തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ സീൻസും എടുത്തേക്കുന്നതും പറയാൻ ശ്രമിച്ചേക്കുന്ന രീതിയും ഒക്കെ അതുപോലെയാണ്. നിങ്ങളൊരു ആർട്ട് ഫോം രീതിയിൽ മൂവീസ് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു മൂവിയാണ് വഴക്ക് എന്ന മൂവി. ഒരു പോപ്കോൺ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ കാണാൻ പറ്റാത്ത ഒരു മൂവിയാണ് വഴക്ക്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ മൂവിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.